blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ഏറ്റവും അവസാനത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡാണിത്. ട്യൂൺ ചെയ്തതിന് നന്ദി. ഇന്ന് നമുക്ക് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം ഇന്നത്തെ നമ്മുടെ മറ്റ് ഐറ്റംസിലേക്ക് നമുക്ക് പോകാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ചെന്നൈയിൽ നിന്നുള്ള മേരി ഫ്രാൻസിസിനും മാർഗരറ്റ് ക്രൂസിനുമായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മേരി ഫ്രാൻസിസിന് കിഡ്നി പ്രോബ്ലത്തിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം അങ്ങ് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാകട്ടെ, ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ഛത്തീസ്ഗഡിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്ന മൂത്ത മകന് കർത്താവെ ഒരു ജോലി സ്ഥിരമാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലുള്ള എല്ലാ വെരിഫിക്കേഷൻസും ക്ലിയർ ആകുവാൻ, അതുപോലെ ഹൈ ബി പിയിൽ നിന്നുള്ള പൂർണ്ണ സൗഖ്യത്തിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡോംബിവില്ലിയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തനിക്ക് കർത്താവെ തൻ്റെ ജോലി സ്ഥലത്തുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതൊന്ന് സെറ്റിലാകുവാൻ, പരിഹരിക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ബ്രെയിനിലുള്ള സെല്ലുകൾ നോർമൽ ഗ്രോത്തിൽ ആകേണ്ടതിനായി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാ ഹൈപ്പർ ആക്ടിവിറ്റിയും മാറിപ്പോകട്ടെ, അതെല്ലാം നോർമലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാറശാലയിൽ നിന്നുള്ള ശ്രീകുമാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ എല്ലാ കടബാധ്യതകളും മാറിപ്പോകട്ടെ. അതുപോലെ കർത്താവ് 2 സ്ഥലത്തുള്ള ആ സ്ഥല വിൽപ്പനയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ആ കുടുംബത്തിൻ്റെ മേൽ വന്ന് നിറയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. മുഴുവൻ കുടുംബവും കർത്താവെ അനുഗ്രഹിക്കപ്പെടുവാൻ, അതുപോലെ കർത്താവെ ആ മുഴുവൻ കുടുംബത്തിൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. 2013 അവസാനത്തെ ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ ഡിസംബർ 26, 27, 28, 29 തീയതികൾ. സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 9 വരെ. മുതിർന്നവർക്കും യൗവനക്കാർക്കും കുട്ടികൾക്കുമായി പ്രത്യേകം സെഷനുകൾ. ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും യേശുവിൽ കൂടുതൽ വളരുവാനുമായി അനുഗ്രഹത്തിന്റെ 4 ദിനങ്ങൾ. ബ്രദർ ഡാമിയനും സിസ്റ്റർ ഷെമ ഡാമിയനും മറ്റ് ദൈവദാസന്മാരും ശുശ്രൂഷിക്കും. ഇന്നലെയും മിനിഞ്ഞാന്നും കോഴിക്കോട് നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലുള്ള അത്ഭുതകരമായ സാക്ഷ്യങ്ങളും വചന ശുശ്രൂഷയും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. തുടർന്നുള്ള അതിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഓരോ സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ മിറക്കിൾസ് ടുഡേയിൽ കാണുമ്പോൾ അകത്തുള്ള വിശ്വാസം വർദ്ധിച്ചു വരുമ്പോൾ അതിനേക്കാൾ വലുത് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തീർച്ചയായും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് ശേഷമുള്ള വചന ശുശ്രൂഷ വളരെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കാണിച്ചതുപോലെ വചനങ്ങൾ എഴുതി വെക്കുവാൻ വേണ്ടി മാത്രമായി സെർമൺ നോട്ട് കീപ്പർ എന്ന ഒരു പ്രത്യേക പുസ്തകം. ഇതൊരു സാധാരണ നോട്ട്ബുക്ക് അല്ല. വചനങ്ങൾ എഴുതുവാൻ ആരാണ് ആ വചനം നൽകിയത്, ആ സന്ദേശത്തിൻ്റെ തലക്കെട്ട്, പേജ് നമ്പർ, ഡേറ്റ് ഇതെല്ലാം ഇട്ട് സൂക്ഷിച്ച്, ഇൻഡെക്സ് പേജുകൾ സൂക്ഷിച്ച് എപ്പോൾ വേണമെങ്കിലും വീണ്ടും വേഗത്തിൽ ആ ഇൻഡെക്സ് നോക്കി എടുത്ത് വായിക്കാനും പഠിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ്. അതിൽ നിങ്ങൾ ബ്ലെസ്സിങ് ടുഡേയിൽ കേൾക്കുന്ന സന്ദേശങ്ങൾ കുറിച്ചു വയ്ക്കുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
ബ്രദറിൻ്റെ അരികിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് അഷ്റഫ് എന്നാണ്. തൻ്റെ തൊട്ടരിൽ നിൽക്കുന്ന തൻ്റെ ഭാര്യ റുബീന, 2 കുഞ്ഞുങ്ങൾ. ഇവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവർ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇദ്ദേഹം ഒരു ഹോട്ടലിലാണ് ജോലി എടുക്കുന്നത്, സ്വന്തമായിട്ടല്ല വേറെ ഹോട്ടലിലാണ് ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ വാടക വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ വേഗത്തിൽ വീട് ഒഴിയണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്ക് ചില സാഹചര്യങ്ങളാൽ ഒഴിയാൻ പറ്റിയില്ല. ഇദ്ദേഹത്തിനാണെങ്കിൽ എഴുത്തും വായനയും ഒന്നും അറിഞ്ഞുകൂടാ. ഈ ഓണർ ചെയ്തത് ഒരു മുദ്ര പേപ്പർ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അതിൽ ഇദ്ദേഹത്തോട് ഒപ്പിടാൻ പറഞ്ഞു. ഒപ്പിട്ടതിന് ശേഷം ആ വ്യക്തി, ഈ ഹൗസ് ഓണർ ചെയ്തത് ഇങ്ങനെയാണ്, ഇതിൽ എത്രയും വേഗത്തിൽ ഒഴിഞ്ഞു പോകണമെന്നൊക്കെ പറഞ്ഞ് എഴുതി ചേർത്തിട്ട് 3 വർഷത്തെ വാടക ആ ഹൗസ് ഓണറിന് കൊടുക്കുവാനുണ്ടെന്ന് പറഞ്ഞ് അതിൽ എഴുതി വെച്ചു. ചതിച്ചു. പക്ഷേ ചെയ്തതെന്താണെന്ന് വെച്ചാൽ അതിനുശേഷം അത് പോലീസിൽ അതുകൊണ്ട് കൊടുത്തു. കേസായി, വല്ലാത്ത ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായി. ഈ സിസ്റ്റർ പറഞ്ഞു നമുക്ക് മരിക്കാം, കാരണം ഇനി എന്ത് ചെയ്യാൻ, കയ്യിൽ പണമൊന്നുമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, ഇനി ഒന്നും ചെയ്യാം, നമുക്ക് ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പ്രെയർ ടവറിലെ നമ്പർ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഇവർ നമ്മുടെ കൊച്ചിയിലെ ബ്ലെസ്സിംഗ് ടുഡേയുടെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ഇവർ വിളിച്ചു. ഫോൺ എടുത്ത വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ ധൈര്യമായി പോകുക, അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ഒരു അത്ഭുതം ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു. കോടതിയിൽ പോകുന്നതിന് മുൻപ് ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ചെല്ലാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ചെല്ലുമ്പോൾ ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവം ചെയ്തത് ഇങ്ങനെയാണ്, അവിടെ ചെന്നപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ആ വ്യക്തി കള്ളപ്രമാണം, അതായത് കള്ളപ്പേപ്പറിൽ എഴുതി ഇവരെ കൊണ്ട് ഒപ്പിടിച്ചിരുന്ന് അവിടെ തെളിയുകയും ചെയ്തു. ഈ 3 വർഷത്തെ വാടക അങ്ങോട്ട് കൊടുക്കണമെന്ന് ഓണർ പറഞ്ഞ സ്ഥാനത്ത് പോലീസുകാർ പറഞ്ഞു 3 വർഷത്തെ വാടക അങ്ങോട്ടല്ല കൊടുക്കുന്നത്, നേരെ തിരിച്ച് 1 ലക്ഷം രൂപ ഇവർക്ക് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ കള്ളപ്രമാണ കേസ് ഉണ്ടാക്കിയതാണ്, ഇത് നിങ്ങൾക്കാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത്. നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മനുഷ്യർ എന്തെല്ലാം നിരൂപിച്ചാലും നമ്മുടെ യേശു അത് യേശുവിനെ വിളിക്കുന്ന മക്കൾക്ക് വേണ്ടി അത് മായിച്ച് അനുകൂലമായ ഒരു എഴുത്ത് ദൈവം ഉണ്ടാക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ അഷ്റഫിനും ഈ കുടുംബത്തിനും വേണ്ടി ഈ കോഴിക്കോട് പട്ടണത്തിൽ നമ്മുടെ സ്വർഗത്തിലെ യേശു കർത്താവ് ചെയ്ത സാക്ഷ്യം. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറഞ്ഞാലും, കർത്താവേ, അങ്ങ് നീതിയും ന്യായവും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ദൈവമാണല്ലോ, അത് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുകയാണ്. അതോട് ചേർന്ന് കർത്താവ്, ഇതുപോലെ കള്ളക്കേസുകളിൽ കുടുങ്ങി ആരെല്ലാം ഈ സാക്ഷ്യം കാണുന്നുണ്ടോ അവരുടെ ജീവിതത്തിലും ദൈവികമായ ഒരു ന്യായം ഉണ്ടാകട്ടെ, അവർക്ക് നീതി ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അതിനായി ജനത്തെ അനുഗ്രഹിക്കുന്നു. ഏത് വിടുതലാണോ ആവശ്യമുള്ളത് അത് ഈ സാക്ഷ്യം പ്രസ്താവിക്കപ്പെട്ടതിനോട് ചേർന്ന് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരട്ടെ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ, ആമേൻ. ബ്രദർ, നീ നിൽക്കുന്ന സിസ്റ്ററുടെ പേര് രമ്യ എന്നാണ്. തൻ്റെ ഹസ്ബൻഡ് അനിൽകുമാറിന് വേണ്ടിയുള്ള ഒരു സാക്ഷ്യം പറയുവാനാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. തൻ്റെ ഭർത്താവ് അനിൽ വർഷങ്ങളായി, ഏകദേശം 6 വർഷത്തോളമായി ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഗൾഫിലുണ്ടായിരുന്ന ഒരു കേസിൽ തന്നെ ബാധിക്കുന്നതല്ലായിരുന്നു ആ കേസ്, പക്ഷേ തൻ്റെ ജോലി സംബന്ധമായി ആ കേസിൽ തൻ്റെ പേര് വന്നത് മൂലം അദ്ദേഹത്തെ കോടതിയിൽ അത് ഹാജരാക്കേണ്ടി വന്നു. പലരും പറഞ്ഞു കോടതിയിൽ പോയാൽ എങ്ങനെയായാലും കുറേ നാൾ ശിക്ഷ അനുഭവിച്ചതിന് ശേഷമേ മടങ്ങി വരാൻ പറ്റുകയുള്ളൂ. അതിനിടയിലെല്ലാം അദ്ദേഹം മടങ്ങി വരുവാൻ ശ്രമിച്ചു, പക്ഷേ ഒന്നും ശരിയായില്ല. എല്ലാ പിടിവള്ളികളും അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്വാധീനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടും ഒന്നും പ്രയോജനപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫ്രണ്ട് വഴി നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററിൻ്റെ കോൾ സെൻറ്ററിലെ നമ്പർ ലഭിച്ചത്. ആ സമയം തന്നെ ഈ സിസ്റ്റർ കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, ഇങ്ങനെ എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്, അദ്ദേഹം ഒരു കേസിലാണ്. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച വോളണ്ടിയേഴ്സ് ഇങ്ങനെ പറഞ്ഞു, പേടിക്കേണ്ട, അദ്ദേഹം തീർച്ചയായിട്ടും മടങ്ങി വരും, ഒരു കേസും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. വിശ്വാസത്താൽ അവർ പ്രാർത്ഥിച്ചു, അവർ ധൈര്യം നൽകി. അതിനുശേഷം തൻ്റെ ഭർത്താവ് കോടതിയിൽ പോകുന്ന ദിവസം, അത് ഏപ്രിൽ 26 അദ്ദേഹം കോടതിയിൽ പോകുന്ന ഈ വർഷം ഏപ്രിൽ 26 കോടതിയിൽ പോകുന്ന വഴി അദ്ദേഹവും ഗൾഫിൽ നിന്ന് അദ്ദേഹം ഫോൺ വിളിച്ചു കോൾ സെൻറ്ററിൽ പ്രാർത്ഥിച്ചു. അവർ ശക്തമായി പ്രാർത്ഥിച്ചു. അതിനുശേഷം കോടതിയിൽ ചെന്നു. പിന്നെ ഈ സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്, ജൂൺ 5 ഈ സഹോദരിക്ക് ഒരു കോള് വന്നു. അത് മറ്റാരുമല്ല, തൻ്റെ ഹസ്ബൻഡാണ് തന്നെ വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ അടുത്ത് തന്നെ നാട്ടിലോട്ട് മടങ്ങി വരുന്നു,
ജൂലൈ 8-ന് ഈ സിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ്, ആ വാക്ക് വെറുതെ ആയില്ല. ജൂലൈ 8-ന് താൻ നാട്ടിൽ തിരിച്ചെത്തി. ഇപ്പോൾ ഒരു കേസും അദ്ദേഹത്തിന്റെ പേരിലില്ല. അദ്ദേഹം ഇപ്പൊ നാട്ടിലുണ്ടോ അതോ തിരിച്ചു പോയോ? പോയിട്ടില്ല. ഒരു 2 വർഷം കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു. 6 വർഷമായിട്ട് ഇപ്പൊ അവിടെ തന്നെ ഇരുന്ന്. അപ്പൊ ആള് പറയുന്നുണ്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് പോണം, ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ 3 കുട്ടികളുണ്ട്, 3 പെൺകുട്ടികളാണ്. അപ്പൊ ചെറിയ മോൾക്ക് 5 വയസ്സായിരുന്നു, അവള് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ അച്ഛൻ എങ്ങനെയാണ് എന്താണെന്ന് ചോദിക്കുമ്പോ ഭയങ്കര സങ്കടമായിരുന്നു. ഞങ്ങൾക്ക് വീട്ടുകാർക്ക് മാത്രമല്ല നാട് മൊത്തം സങ്കടമുള്ള ഒരു വിഷയമായിരുന്നത്. ഈ ഒരു വിഷയം തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. വരുന്ന ആൾക്കാർ മൊത്തം പറയും ആള് രക്ഷപ്പെടില്ല, എന്റെ മുഖത്ത് നോക്കി പറയുന്നു. അപ്പൊ അത്രയും ടെൻഷനായിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ കുട്ടിയുടെ ചോദ്യം കേൾക്കുമ്പോ എല്ലാവർക്കും അതൊരു ഭയങ്കര വിഷമം. പിന്നെ പെട്ടെന്നാണ് ഈ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോ അപ്പൊ ഞാൻ പറയും നിങ്ങൾക്ക് നേരത്തെ അതിൻ്റെ അടുത്ത് പറയായിരുന്നില്ല എന്നോ എത്തിയിരുന്നെന്ന് അറിയാന്. പിന്നെ ആൾക്കാർ ചോദിക്കും എന്താണ് അവിടെ കല്യാണം കഴിച്ച് കൂടിയിരിക്കണവന്നൊക്കെ എൻ്റെ അടുത്ത് തന്നെ നേരിട്ട് ചോദിക്കും. അപ്പം ഞാൻ യേശുവിനോട് പറയും എല്ലാവരുടെ കാര്യങ്ങളും ശരിയായി, എനിക്ക് മാത്രം ഇതൊന്നും ശരിയാവണില്ലല്ലോ എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് ജൂൺ 5-ാം തീയതി ഇങ്ങനെ വിവരം വന്നത്. അപ്പം ആദ്യം ഞാൻ ഈ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ചെന്ന് പറഞ്ഞത്. അപ്പം അവളെ വീട്ടിലുള്ളവരും പറയുകയാണെങ്കിൽ അനിൽ നാട്ടിൽ വന്നാലും ഞങ്ങൾക്കും അതായത് കൂടുതൽ വിശ്വാസമാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു. അപ്പം എല്ലാവർക്കും ഭയങ്കര ഒരു ഇതായി ഈ കാര്യത്തിന്. അപ്പം ഞാനിന്നിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എന്തായാലും പല ബുദ്ധിമുട്ടുകളും ഉണ്ട്, വരാൻ പറ്റില്ല. അപ്പൊ ഹസ്ബൻഡും പറഞ്ഞു നീ പോയിക്കോ, എന്തായാലും പോയിക്കോ, എന്നിട്ട് ബാക്കി കാര്യമൊക്കെ പിന്നെ പോയി വരും. നമുക്ക് ഈ സമയത്തൊന്ന് കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവേ, നാട്ടിനെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയൊരു വിഷയത്തിൽ കർത്താവിനെ യേശുവിനെ വിളിച്ചപ്പോൾ അവിടെ കർത്താവ് അത്ഭുതം ചെയ്തല്ലോ കർത്താവെ. അതിനായി ഞങ്ങൾ എല്ലാവരും ചേർന്ന് നന്ദി പറയുന്നു. ഈ സമയത്ത് ഈ സഹോദരി അനുഗ്രഹിക്കുന്നു, ഭർത്താവിനെയും മക്കളെയും അനുഗ്രഹിക്കുന്നു. യേശുവിനെ ഉയർത്തുവാൻ ആദ്യമായി ഇങ്ങനൊരു മീറ്റിങ്ങിൽ വന്ന് ധൈര്യത്തോടെ യേശു പ്രാർത്ഥന കേട്ടു എന്ന് പ്രസ്താവിച്ച നിമിത്തം ഈ കുടുംബം കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കടുകുമണിയെക്കുറിച്ച് യേശു തന്നെ മറ്റൊരു ഭാഗത്ത് മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. കടുകുമണി വിത്തുകളിൽ ഏറ്റവും ചെറുതെങ്കിലും ഇവിടെ നമുക്ക് ലഭിക്കുന്ന കടുകുമണിയേക്കാൾ ചെറിയ വിത്തുകളുണ്ടോ? ഉണ്ട്. പക്ഷേ ഇസ്രായേലിൽ ആ നാട്ടിലുള്ള കടുകുമണി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ 1/6 ഉള്ളൂ. അത്രയ്ക്ക് ചെറുതാണ് ആ നാട്ടിലുള്ള കടുകുമണി, വളരെ ചെറുതാണ്. ചുരുക്കി പറഞ്ഞാൽ അതിഭയങ്കരമായൊരു വിശ്വാസമൊന്നും ഇല്ലെങ്കിൽ പോലും ഉള്ളിലുള്ളൊരു കൊച്ചു വിശ്വാസമുണ്ടെങ്കിലും അത്ഭുതങ്ങൾ നടക്കും. ശ്രദ്ധിച്ചോന്നറിയില്ല, ഒന്നുകൂടി പറയാം. ഒരു അത്ഭുതം കിട്ടാൻ ഭീകരമായ വിശ്വാസമൊന്നും വേണമെന്നില്ല. യേശു എന്താ പറഞ്ഞത്? ഒരു മലയെ നീക്കാൻ നിന്റെ അകത്തുള്ള കൊച്ചു വിശ്വാസം മതി. അകത്തൊരു കൊച്ചു വിശ്വാസമെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമ്പർ 1, ഇറ്റ്സ് എ സ്മോൾ ഫെയ്ത്ത്. നമ്പർ 2, ഇറ്റ്സ് എ സോളിഡ് ഫെയ്ത്ത്. സോളിഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള പൊള്ളയല്ലാത്ത വിശ്വാസം. അതെങ്ങനെയാണ് മനസ്സിലാകുന്നതെന്ന് ചോദിച്ചാൽ, ഒരു കടുകുമണി എടുത്ത് അമ്മമാർക്ക് ഇന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. വീട്ടിൽ ചെന്നാൽ കടുകിട്ട് വെച്ചിരിക്കുന്ന പാത്രം എടുക്കുക, അതിൽ നിന്ന് ഒരു കടുകുമണി എടുക്കുക, ഒരു ബ്ലേഡോ അതുപോലെ നേർത്ത എന്തെങ്കിലും കൊണ്ട് അതിനെ ഒന്ന് മുറിക്കുക. മുറിച്ച് അതിൻ്റെ അകത്തേക്ക് നോക്കിയാൽ, എൻ്റെ സെക്ഷൻ ബൈ സെക്ഷൻ എടുത്ത് നോക്കിയാൽ അറിയാം, അതിൻ്റെ അകത്ത് പൊള്ളയായി ഒന്നും ഉണ്ടായിരിക്കില്ല. അത് മുഴുവൻ നിറഞ്ഞിരിക്കും. അതിനകത്തുള്ള കടുക് പരിപ്പ് മുഴുവൻ അവിടെ നിറഞ്ഞിരിക്കുന്നത് കാണാം. ഹൃദയത്തിൽ സംശയം കലർത്താതെ മുഴുവൻ, കൊച്ചു വിശ്വാസമാണെങ്കിൽ പോലും ആ വിശ്വാസം പൊള്ളയല്ലാത്തതാണെങ്കിൽ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥനാ ഡയറിയിൽ എഴുതി വച്ചിരിക്കുന്ന, ഭർത്താവിൻ്റെ മദ്യപാനം മാറണം എഴുതി വച്ചിരിക്കുന്നത് സംഭവിച്ചിരിക്കും. എത്ര പേർ അത് വിശ്വസിക്കുന്നു? മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എഴുതി വച്ചിരിക്കുന്നത് സംഭവിച്ചിരിക്കും. സംശയിക്കരുത്. കടുകുമണി വിശ്വാസം എന്ന് പറയുന്നത് ചെറിയ വിശ്വാസം മാത്രമല്ല, പിന്നെ എന്തുകൂടിയാണ്? പൊള്ളയല്ലാത്ത, സംശയമില്ലാത്ത വിശ്വാസം കൂടിയാണ് ഈ വിശ്വാസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്പർ 3,
മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് എ ലിവിങ് ഫെയ്ത്ത്, ജീവനുള്ള വിശ്വാസം. ദർ ഈസ് ലൈഫ് ഇൻ എ മസ്റ്റർഡ് സീഡ്. എല്ലാ വിത്തുകളിലും ഉള്ളതുപോലെ ഇതിനകത്തും ജീവൻ ഉണ്ട്. അതെങ്ങനെ മനസ്സിലാകുന്നു? കടുകുമണിയെ നനവുള്ള മണ്ണിലേക്ക് ഇട്ടാൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ അതിനകത്ത് നിന്നും മുള പൊട്ടി ഒരു ചെടി വെളിയിലേക്ക് വരും. ദർ ഈസ് ലൈഫ് ഇൻ എ മസ്റ്റർഡ് സീഡ്. അതിൻ്റെ അകത്ത് ജീവനുണ്ട്. നമുക്ക് വേണ്ടത് ചത്ത വിശ്വാസമല്ല, ജീവനുള്ള വിശ്വാസമാണ്. ജീവനുള്ള വിശ്വാസത്തിൻ്റെ പ്രത്യേകത അത് പ്രവൃത്തിയുള്ള വിശ്വാസമാണ്. പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നിർജീവമാണ്. എന്ന് വെച്ചാൽ ചിലരൊക്കെ വിശ്വാസം ഉണ്ടെന്ന് പറയും, പക്ഷേ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ അവർ ചെയ്യാറില്ല. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാറില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് മൃതമായി പോകുന്നു, ലൈഫ് ഇല്ലാതെ പോകുന്നു. അതിനെ ഒരിക്കലും മറ്റൊന്നിനെ ഉളവാക്കുവാനോ പുറപ്പെടുവിക്കുവാനോ സാധ്യമല്ല. അനേക സാഹചര്യങ്ങളിൽ ഞാൻ ചെയ്തിട്ടുള്ളത്, ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് മുൻപ് തന്നെ ചില കാര്യങ്ങൾ നേരത്തെ തന്നെ മുൻകൂട്ടി വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചിരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. ചെയ്തു കഴിയുമ്പോൾ ആ കാര്യം ദൈവം നമ്മെ മാനിച്ച്, വിശ്വാസത്തെ മാനിച്ച്, ആ ജീവനെ മാനിച്ച് നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങും. എ ലിവിങ് ഫെയ്ത്ത് ഡസ് സം വർക്ക്, സം ആക്ടിവിറ്റി. ചിലതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന്, മക്കൾ ഈ പ്രാവശ്യം 10ാം ക്ലാസ്സിൽ എഴുതാൻ പോവുകയാണെങ്കിൽ അതിന് തോൽക്കുമോ ജയിക്കുമോ, തോൽക്കുമോ ജയിക്കുമോ, തോൽക്കുമോ ജയിക്കുമോ എന്ന് ഇങ്ങനെ അമ്മമാർ ഭയങ്കരമായി വേദനിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. വിശ്വാസത്താൽ ചില കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്യാൻ തുടങ്ങുക. വിശ്വാസത്താൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അടുത്ത വർഷത്തേക്ക് ആവശ്യമുള്ള പല കാര്യങ്ങൾ ഇപ്പോഴേ അങ്ങ് ചെയ്യാൻ തുടങ്ങുക. അങ്ങനെയുള്ള പല സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം വിശ്വാസത്താൽ അവർ ചില പ്രവർത്തികൾ മുൻകൂറായി ചെയ്തു. ജീവനുള്ള വിശ്വാസം. നാലാമതായി കടുകുമണി വിശ്വാസത്തിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഗ്രോയിങ് ഫെയ്ത്ത്. കടുകുമണി എല്ലായ്പ്പോഴും കടുകുമണിയായിട്ടിരിക്കുകയല്ല, അതിനെ വിതച്ച് കഴിഞ്ഞാൽ അത് തോട്ടത്തിലെ ഏറ്റവും വലിയ വൃക്ഷമായി അത് വളരും. ഇന്ന് കൊച്ചു വിശ്വാസമായിരിക്കാം ഒരുപക്ഷെ അകത്തുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിതുപോലെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ തുടങ്ങിയ ആരംഭ നാളുകളിൽ വളരെ കൊച്ചു വിശ്വാസമേ എൻ്റെ അകത്തുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിൽ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ചത് വിശ്വാസം വളരാൻ തുടങ്ങി. നമ്മുടെ അകത്തുള്ള വിശ്വാസം വളർച്ച പ്രാപിക്കും. അത് വലിയ വിശ്വാസമായി വളർന്ന് 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 വരും. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ദ അപ്പോസ്റ്റൽ സെഡ് ടു ദ ലോർഡ്, ഇൻക്രീസ് അവർ ഫെയ്ത്ത്. അപ്പസ്തോലന്മാർ 12 പേർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. അതിൻ്റെ അർത്ഥം വിശ്വാസത്തിന് വർദ്ധിക്കാൻ കഴിയും. നമ്മുടെ അകത്തുള്ള വിശ്വാസം വർദ്ധിച്ചു വരും. ഒരു കാര്യം കൂടെ പറയാം. കടുകുമണി വിശ്വാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇറ്റ് ഈസ് ചാലഞ്ചിങ് ഫെയ്ത്ത്. വെല്ലുവിളിക്കുന്ന വിശ്വാസമാണ് കടുകുമണി വിശ്വാസം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കടുകുമണിക്കൊരു പ്രത്യേകതയുള്ളത്, പോയിസണസ് വാട്ടറിൽ പോലും, വിഷം കലർന്ന മണ്ണിലോ വെള്ളത്തിലോ പോലും ഈ കടുകുമണിക്ക് വളരാൻ കഴിയും. എന്ന് വെച്ചാൽ മറ്റുള്ള വിത്തുകളെല്ലാം കെട്ടുപോകുമ്പോൾ കടുകുമണി ഇവിടെ പ്രത്യേകതയാണ്, പോയിസണസ് ആയിട്ടുള്ള സോയിലിൽ പോലും അത് വളരും. നമ്മുടെ അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് പ്രതികൂലമാണെങ്കിലും നമ്മുടെ അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് നാം യേശുവിൽ വളരാൻ തുടങ്ങും, അഭിവൃദ്ധി പ്രാപിക്കാൻ തുടങ്ങും. കടുകുമണി പോലൊരു വിശ്വാസം ഉണ്ടായാൽ മതി, അധികമൊന്നും വേണ്ട. അതുകൊണ്ട് വിശ്വാസം നമ്മുടെ അകത്ത് ഒരു വിത്ത് പോലെ, കൊച്ചു വിത്ത് പോലെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളെയും പ്രതികൂലങ്ങളെയും അതിജീവിച്ച് നമ്മുടെ ജീവിതം മുന്നിലേക്ക് പൊക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. യേശു അവിടെ നിന്നുകൊണ്ട് ഈ താബോർ മല ഒരു കടുകുമണിയോളം വിശ്വാസം അകത്ത് വെച്ചുകൊണ്ട്
ഇവിടെ നിന്നും ഗലീല കടലിലേക്ക് പോയി വീഴാൻ പറഞ്ഞാൽ അത് വീഴും എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ മല ഒരു തടസ്സം പോലെ നിൽക്കുകയാണ്. ഇനി ഗലീല കടലാണെങ്കിൽ അത് മറ്റൊരു തടസ്സമാണ്. കാരണം എന്താണ്? താഴേക്ക് അതിഭയങ്കരമായ ആഴത്തിൽ അത് കിടക്കുകയാണ്. എന്നാൽ ഈ മല ചെന്ന് അവിടെ വീണ് കഴിയുമ്പോൾ ആ കടലങ്ങ് നികരും. അതിനുശേഷം അതിന് മുകളിലൂടെ നിനക്ക് നടക്കാൻ കഴിയും. അവിടെ നോക്കുമ്പോൾ 2 തടസ്സങ്ങളാണ് മുന്നിലുള്ളത്. 1 കടൽ, 2 ഈ പറഞ്ഞ മല. ഇത് രണ്ടും, ഇത് ഒന്ന് മറ്റതിൻ്റെ മേൽ വീണ് കഴിയുമ്പോൾ നിരപ്പായ ഒരു പാത നിന്റെ മുൻപിൽ ഉണ്ടാകും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനുള്ള സന്ദേശം അതാണ്. തടസ്സങ്ങൾ പലത് മുൻപിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ അകത്ത് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ തന്നിട്ടുള്ള ഒരു കൊച്ചു വിശ്വാസം മതി മുന്നിലേക്ക് നിരപ്പായ പാതയിലൂടെ നടന്ന് മുന്നിലേക്ക് പോകാൻ. ഒന്നിലും തളർന്നു പോകരുത്. കുട്ടികളുടെ വിഷയത്തിൽ തളരരുത്, ആത്മീയമായ കാര്യങ്ങളിൽ തളരരുത്, സാമ്പത്തിക വിഷയങ്ങളിൽ തളരരുത്. വിശ്വാസം അകത്തുണ്ടെങ്കിൽ യേശു ആ കയ്യിൽ കയറി പിടിച്ചിരിക്കും. എന്നിട്ട് നമ്മളെ ഓരോ അടികൾ മുന്നിലേക്ക് വെച്ച് ഓരോ ദിവസവും നമ്മെ നടത്തി എത്തേണ്ട സ്ഥലത്ത് യേശു കർത്താവ് നമ്മെ എത്തിച്ചിരിക്കും. ഈ സമയത്ത് വിശ്വാസത്തോടെ TV സ്ക്രീനിലേക്ക് കൈനീട്ടി ഞാൻ നിങ്ങളുടെ നേരെ കൈനീട്ടുകയാണ്. നമ്മുടെ കയ്യിലല്ല, യേശുവിൻ്റെ കയ്യിലാണ് അത്ഭുതവും വിടുതലും ഇരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് രോഗം എന്തായിരുന്നാലും വിട്ടുമാറാത്ത കോഫ്, ചുമ വിട്ടുമാറുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ക്ഷീണങ്ങളും പ്രയാസങ്ങളും മാറിപ്പോട്ടെ. ഇൻ ജീസസ് നെയിം. കണ്ണുകളുടെ കാഴ്ച തിരികെ വരട്ടെ, കാതുകളുടെ കേൾവി തിരികെ വരട്ടെ, സംസാരശേഷി തിരികെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിക്കുള്ളവർ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. വല്ലാതെ മുടി പൊഴിഞ്ഞു പോകുന്ന ചില വ്യക്തികൾ, വിഷമിച്ചിരിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വിടുതൽ ഉണ്ടാകട്ടെ. എല്ലാവിധ ക്യാൻസറുകളും സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അസ്ഥികളിലുള്ള രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അൾസർ, അസിഡിറ്റി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അതുപോലെ അനാവശ്യമായ ബ്ലീഡിങ്, ചില സ്ത്രീകളിൽ അനാവശ്യമായ ബ്ലീഡിങ് യേശുവിൻ്റെ നാമത്തിൽ ഐ സ്റ്റോപ്പ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഫൈബ്രോയിഡുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഓവറിയിലുള്ള സിസ്റ്റുകൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനാവശ്യമായ ഗ്രോത്തുകൾ, ട്യൂമറുകൾ മാറിപ്പോകട്ടെ. കാൽമുട്ടിലുള്ള വേദനകൾ, അതിൽ അകത്തുള്ള പ്രയാസങ്ങൾ, കാർട്ടിലേജിലുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഷുഗർ മൂലമുള്ള പ്രയാസങ്ങൾ മാറട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, വിടുതലുകൾ അങ്ങ് കൽപ്പിച്ചതിനാൽ നന്ദി പറയുന്നു. ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ചിരിക്കുമ്പോൾ വിശ്വസിക്കുക, ഇതെൻ്റെ സമയമാണെന്ന് വിശ്വസിക്കുക. പൂർണ്ണ വിടുതൽ ഓരോരുത്തർക്കും കർത്താവിന് നൽകുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് കോട്ടയത്ത് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. കർത്താവ് അതിൽ അത്ഭുതങ്ങൾ ചെയ്യും. തീർച്ചയായും വരണം. നാളെ തിരുവനന്തപുരത്ത് എത്തിച്ചേരാവുന്നവരെല്ലാം എത്തിച്ചേരുക. ഈ മാസം 26 മുതൽ 29 വരെ, ക്രിസ്മസ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ 26-ാം തീയതി മുതൽ വ്യാഴം മുതൽ ഞായർ വരെ കൊച്ചിയിലെ ബ്ലെസ്സിങ് സെൻറ്ററിലാണ് നമ്മുടെ മെഗാ ഫെസ്റ്റിവൽ, ഈ വർഷത്തെ അവസാനത്തെ മെഗാ ഫെസ്റ്റിവൽ നടക്കുന്നത്. ദൂരെയാണെങ്കിൽ പോലും നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും വരണം. ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങൾ വലിയ അനുഗ്രഹമായി മാറും. 31-ാം തീയതി, ഈ 31-ാം തീയതി രാത്രി 10 മണി മുതൽ നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ്സ് ബ്ലെസ്സിങ് സെൻറ്ററുകളിലുണ്ട്. അതിലെല്ലാം വന്ന് അനുഗ്രഹം പ്രാപിക്കുക. കർത്താവ് ധാരാളമായി നിങ്ങളിതിലൂടെ അനുഗ്രഹിക്കും. അതുപോലെ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള മറ്റ് പ്രസിദ്ധീകരണങ്ങൾ, ആശിഷുമാരി, എൻ്റെ പ്രാർത്ഥനാ ഡയറി, ഈ പുസ്തകങ്ങൾ ഇനിയും ലഭിച്ചിട്ടില്ലാത്തവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടാവുന്നതാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടെ നിങ്ങളോട് പറയാനുള്ളത്, ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ ആയിരക്കണക്കിന് പേർ വന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ സന്തോഷമുണ്ട്. അതിൽ വരുന്ന എല്ലാവർക്കും നന്ദി.
എന്നാൽ അങ്ങനെ വന്ന് കൂടുതൽ യേശുവിനെ അറിയാനും ദൈവവചനം കേൾക്കാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും കഴിയുന്ന എല്ലാവരും അവർക്ക് വേണ്ടി തുടർന്ന് ആത്മീയ ജീവിതത്തിൽ വളരാൻ ഉള്ളൊരവസരമാണ് ബ്ലെസ്സിങ് സെൻറ്ററുകളിലുള്ളത്. മിക്കവാറും എല്ലാ ജില്ലകളിലും ബ്ലെസ്സിങ് സെൻറ്ററുകളുണ്ട്, പുറത്തുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. അതിലേക്ക് കൂടി വന്ന് എല്ലാ ഞായറാഴ്ചയും കൊച്ചിയിലെ ബ്ലെസ്സിങ് സെൻറ്റർ എന്നുള്ള സന്ദേശങ്ങൾ, ആരാധന, സാക്ഷ്യങ്ങൾ ഇതെല്ലാം ലൈവ് ടെലികാസ്റ്റിലൂടെ എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് ദയവായി അതിലേക്ക് കൂടെ വന്ന് തുടർച്ചയായി ആ ഫെലോഷിപ്പിൽ കൂട്ടായ്മയിൽ വളരുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്ന കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നമുക്ക് വീണ്ടും കാണാം. അടുത്ത തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. 2013 അവസാനത്തെ ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ ഡിസംബർ 26, 27, 28, 29 തീയതികൾ. സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 9 വരെ. മുതിർന്നവർക്കും യൗവനക്കാർക്കും കുട്ടികൾക്കുമായി പ്രത്യേകം സെഷനുകൾ. ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും യേശുവിൽ കൂടുതൽ വളരുവാനുമായി അനുഗ്രഹത്തിന്റെ 4 ദിനങ്ങൾ. ബ്രദർ ഡാമിയനും സിസ്റ്റർ ഷെമ ഡാമിയനും മറ്റ് ദൈവദാസന്മാരും ശുശ്രൂഷിക്കും. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: സഭയിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിച്ച ആര്? Who loved to be first in the church? Options: A. Theotrophus, B. Philemon, C. Epaphras, D. Timotheus. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരങ്ങൾക്ക് OM ബുക്സ് നൽകുന്ന നല്ല സമ്മാനങ്ങൾ അയച്ചു തരണമാണ്.